ഹായ് ഫ്രണ്ട്സ്, ഇന്ന് UDID കാർഡ് എങ്ങനെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി UDID കാർഡ് അല്ലെങ്കിൽ സ്വാവലംബൻ കാർഡ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് UDID കാർഡ് എന്നാൽ വികലാംഗരെ തിരിച്ചറിയുന്ന ഒരു ഔദ്യോഗിക രേഖയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് സാമൂഹ്യ നീതി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള വികലാംഗരുടെ ശാക്തീകരണ വകുപ്പാണ് നൽകുന്നത്. ഈ കാർഡ് വഴി വികലാംഗർക്ക് വിവിധ ഗുണങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. UDID കാർഡിൻ്റെ ചില ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സർക്കാർ പദ്ധതികളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാരമായി ഉപയോഗിക്കാൻ പറ്റും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും പ്രവേശനത്തിന് സഹായിക്കുന്നു. യാത്രാ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ സൗജന്യമായി ലഭിക്കുന്നു. നിരവധി സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഉൾപ്പെടുത്താനുള്ള അവസരം ലഭിക്കുന്നു. ഇനി UDID കാർഡ് ഓൺലൈനായി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഗൂഗിളിൽ സ്വാവലംബൻ കാർഡ് ഇല്ലെങ്കിൽ UDID കാർഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. അതിൽ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് UDID കാർഡിൻ്റെ സൈറ്റ്. ഇതിൽ കുറേ ഡീറ്റെയിൽസുകളുണ്ട്. കാർഡ് ബെനിഫിറ്റ് ഉണ്ട്, എബൌട്ട് ഡിസബിലിറ്റി പേഴ്സൺ എങ്ങനെയായിരിക്കണം എന്നുണ്ട്. ഇതിനാവശ്യമായ രേഖകൾ എന്ന് വെച്ചാൽ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ, ഒപ്പ്, ഇത്രയാണ്. ഇതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇതിൽ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഗോ കൊടുത്താൽ മലയാളം ലാംഗ്വേജ് ആയിട്ട് വരും. ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതിൽ ഒന്നാമത്തത് പേരാണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്യണം. അടുത്തത് ഫാദർ നെയിമാണ്, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിലുള്ള പോലെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇമെയിൽ ID ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ മൊബൈൽ നമ്പർ നിർബന്ധമായിട്ട് കൊടുക്കുക. ജെൻഡർ കൊടുക്കുക. കാറ്റഗറി OBC, SC, ST, ജനറൽ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ബ്ലഡ് ഗ്രൂപ്പ് നിർബന്ധമില്ല, അറിയാമെങ്കിൽ കൊടുക്കുക. റിലേഷൻ വിത്ത് പേഴ്സൺ ചോദിക്കുന്നത് ഇത് ആരാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ്. കാൻഡിഡേറ്റ് തന്നെയാണെങ്കിൽ സെൽഫ് എന്ന് കൊടുക്കുക. അല്ലാതെ ആരെങ്കിലും ഇതിൽ റിലേഷൻ ആരെങ്കിലും ആണെങ്കിൽ റിലേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. ഗാർഡിയൻ അച്ഛൻ്റെ പേര് കൊടുക്കുക. കോണ്ടാക്ട് നമ്പർ സെയിം നമ്പർ കൊടുക്കാം, ഇല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള നമ്പർ കൊടുക്കാം. ഇതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഇതിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇവരുടെ കാൻഡിഡേറ്റിൻ്റെ പേഴ്സണൽ വരുമാനമാണ് ചോദിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ID പ്രൂഫ് ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് കൊടുക്കുക. അത് അപ്ലോഡ് ചെയ്യുക. ആധാർ നമ്പർ കൊടുക്കുക. I agree എന്ന് ടിക്ക് ചെയ്യുക. അടുത്തത് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അഡ്രസ്സ് ഏതാണോ പ്രൂഫ് കൊടുക്കുന്നുള്ളത് അത് കൊടുക്കുക. റേഷൻ കാർഡാണ് ഉത്തമം. റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യുക. അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കുക. ഈ അഡ്രസ്സിലാണ് തപാലായിട്ട് UDID കാർഡ് വരുന്നത്. അപ്പോൾ അഡ്രസ്സ് തെറ്റാതെ സൂക്ഷിച്ചു കൊടുക്കുക. അതിൽ സംസ്ഥാനം കൊടുക്കുക. ജില്ല, സബ് ജില്ല, വില്ലേജും കറക്റ്റായിട്ട് കൊടുക്കുക. പിൻകോഡ്. ഇതിൽ ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ആണ് എന്താണ് കൊടുക്കേണ്ടത്. ഇതിൽ എന്താണ് ഡിസബിലിറ്റി എന്ന് കൊടുക്കുക. ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് ഫിൽ ചെയ്യുക. ഡിസബിലിറ്റി ഡ്യൂ ടു എന്നുള്ളതിൽ എപ്പോൾ മുതലാണ് ഡിസബിലിറ്റി സ്റ്റാർട്ടായിട്ടുള്ളതെന്ന് കൊടുക്കുക. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ താഴ്വഴിയായിട്ട് കിട്ടിയതാണ്. ആക്സിഡൻ്റ് ആണോ, ഡിസീസ് ആയിട്ടാണോ, എങ്ങനെയാണെന്ന് കൊടുക്കുക. ഇതിൽ ഡിസബിലിറ്റി സിൻസ് എന്നുണ്ട്. ഡിസബിലിറ്റി ജനിച്ചപ്പോൾ മുതൽ കൊടുക്കുന്നതാണെങ്കിൽ ഡിസബിലിറ്റി ബൈ ബർത്ത് കൊടുക്കുക. ഇല്ല ഡിസബിലിറ്റി എന്ന് മുതലാണോ കൊടുക്കേണ്ടത്, ആ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇതിൽ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഡീറ്റെയിൽസ് ആകെ വരും. ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ കൺഫേം ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ചെക്ക് ബോക്സും ടിക്ക് കൊടുക്കുക. യെസ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. യുവർ എൻറോൾമെൻറ്റ് നമ്പർ ഈസ് 3202 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാവും, കിട്ടും. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് PDF ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ആ ഡൗൺലോഡ് ചെയ്ത് PDF-ഉം റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക. അത് കഴിഞ്ഞ് അടുത്തുള്ള ഏതാണോ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുള്ള ആ ഹോസ്പിറ്റലിൽ പോയിട്ട്
ഒന്ന് വെരിഫിക്കേഷൻ ഉണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തപാലായിട്ടും UDID കാർഡ് വരും. ആ UDID കാർഡ് ആധാർ കാർഡ് പോലെ വികലാംഗരായിട്ടുള്ളവർക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് UDID കാർഡ് രജിസ്റ്റർ ചെയ്യുന്നുള്ളത്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.